നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9, 2025 ബുധൻ. മാർക്കറ്റിൽ ദിശാബോധം ഇല്ലാത്തതിനെ തുടർന്ന് ഇന്ന് ബുൾസും ബിയേഴ്സും സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഈ ആഴ്ചയുടെ ഫസ്റ്റ് സെക്ഷൻ തുടങ്ങി 2-3 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമില്ലാതെ മാർക്കറ്റ് പെരുമാറുന്നതായിട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൺസോളിഡേഷൻ ആണ് നമ്മുടെ മാർക്കറ്റിൽ നടന്നത്. എങ്കിലും നേരിയ നഷ്ടത്തിലാണ് ഇന്ന് ഒട്ടുമിക്ക ഇൻഡസീസും വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായത്. ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ചുകളും വളരെ നാരോ ആയിരുന്നു. നിഫ്റ്റിയിലൊക്കെ ഇന്ന് ഏകദേശം 120 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ഫിൻ നിഫ്റ്റിക്ക് 41 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. സെൻസെക്സിൽ 190 പോയിന്റുകളുടെ നഷ്ടം സംഭവിച്ചപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,500 എന്ന ക്രൂഷ്യലായ ലെവലിന് താഴെയാണ് നിഫ്റ്റി ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ടാറ്റ സ്റ്റീൽ, HCL ടെക്നോളജീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ നിന്ന് നഷ്ടം നേരിട്ടപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫൈനാൻസ്, HUL, അൾട്രാടെക് സിമെന്റ്, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്നതായിട്ട് കണ്ടു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളിൽ 1.4% ഇടിവ് അനുഭവപ്പെട്ടപ്പോൾ മീഡിയ, IT, PSU ബാങ്ക് തുടങ്ങിയവയിൽ 0.5% നഷ്ടം നേരിടുകയുണ്ടായി. തത്സമയം FMCG, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയവയിൽ 0.3 മുതൽ 0.5% ഇടിവും രേഖപ്പെടുത്തി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിൽ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആയിരുന്നു കാണുവാൻ സാധിച്ചത്. മിഡ് ക്യാപ്പ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 0.5% ഉയർച്ച രേഖപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്ലാറ്റ് ആയ ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് 85.68 എന്ന നിലയില്. ഇന്നലെ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും കോപ്പറിനൊക്കെ 50% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തും എന്ന വാർത്തകളെ തുടർന്ന് ഇന്ന് നമ്മുടെ മെറ്റൽ ഇൻഡെക്സിൽ 2%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയിലേക്കുള്ള ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സിന് 200% അഡീഷണൽ താരിഫ് ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നെങ്കിൽ കൂടിയിട്ടും ഇന്ന് നിഫ്റ്റി ഫാർമ 42 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടത്. 50% അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപനത്തിന്റെ ഫലമായി ഹിന്ദുസ്ഥാൻ കോപ്പറിലും വേദാന്തയിലൊക്കെ ഇന്ന് 4%-ലേറെ ഇടിവും രേഖപ്പെടുത്തുന്നതായിട്ട് കണ്ടു. MRF സ്റ്റോക്ക് ഇന്ന് 4% റാലി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്കിന്റെ വില 1.5 ലക്ഷത്തിന്റെ മുകളിലേക്ക് കുതിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ സ്റ്റോക്ക് ഇന്ന് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് IT സ്റ്റോക്സിലൊക്കെ ഇൻട്രാഡേ ബേസിസിൽ 1.5%-ഓളം ഇടിവ് അനുഭവപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി. കാരണം നാളെയാണ് TCSന്റെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സിലെയും IT ഇൻഡെക്സിലെയും ഫസ്റ്റ് കമ്പനിയാണ് ഈ പ്രാവശ്യത്തെ Q1 റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൽ TCS. അതുപോലെ തന്നെ പുതിയൊരു ഡാറ്റ വരികയുണ്ടായി. ജൂൺ മാസത്തെ SIP ഇൻഫ്ലോ 27,269 കോടി രൂപയായിട്ട് വർദ്ധിച്ച് റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്നും പുതിയ നീക്കങ്ങൾ വരുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ കണ്ടു 2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യയിലെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ഭാഗത്തു നിന്നും 1 ലക്ഷം കോടി രൂപയിലേറെ ക്യാപിറ്റല് നഷ്ടം വന്നിട്ടുണ്ട്. അതുകൂടാതെ 4 വർഷം കൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ഭാഗത്തു നിന്നും F&O സെഗ്മെന്റില് 2.7 ലക്ഷം കോടി രൂപയുടെ നഷ്ടവും നേരിടുകയുണ്ടായി. തൽഫലമായിട്ട് സെബിയുടെ ഭാഗത്ത് നിന്നും ഇതിനെയൊക്കെ മറികടക്കുവാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മെഷേഴ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടു ജെയിൻ സ്ട്രീറ്റിനെയൊക്കെ ബാൻ ചെയ്തതും അങ്ങനെ മാനിപ്പുലേറ്റേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എക്സ്പയറി ഡേ മാനിപ്പുലേഷൻ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് സെബിയുടെ ഭാഗത്ത് നിന്നും നിലവില് ഇന്ത്യൻ മാർക്കറ്റിൽ 2 ഇൻഡെക്സിനാണ് വീക്കിലി എക്സ്പയറി ഉള്ളത്. BSEയുടെ ഭാഗത്ത് നിന്ന് സെൻസെക്സിനും NSEയുടെ ഭാഗത്ത് നിന്ന് നിഫ്റ്റിക്കും. ഇവയുടെ രണ്ടിന്റെയും വീക്കിലി എക്സ്പയറി മാറ്റിയിട്ട് കോൺട്രാക്റ്റുകൾ 2 ആഴ്ച കൂടുമ്പോൾ എക്സ്പയറിയിലേക്ക് ആക്കുന്ന കാര്യം പരിഗണനയിലാണെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിക്കും സെൻസെക്സിനും ഒരു മാസത്തിൽ 4 എക്സ്പയറികളുണ്ട്. അത് ഒരു മാസത്തിൽ 2 ആയിട്ട് ചുരുക്കും. കാരണം 2 ആഴ്ച ഇടവിട്ട് മാത്രമേ എക്സ്പയറി ഉണ്ടാവുകയുള്ളൂ.
ഇതൊക്കെ നടപ്പിലാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഇനീഷ്യൽ ഡിസ്കഷൻ സ്റ്റേജിലാണ്. ഇന്നും ഇന്ത്യ വിക്സ് 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 11.94 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നിഫ്റ്റിയില് 1295 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1356 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഹീറ്റപ്പ് ആകുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് എതിരെ ട്രംപ് അഡീഷണൽ 10% താരിഫ് ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനം ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഒരു അസംതൃപ്തി വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷൻ ഡേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ അമേരിക്ക പുറപ്പെടുവിച്ചിട്ടില്ല. അതിന്റെയൊക്കെ ഫലമായിട്ട് ഈ രാജ്യങ്ങളുടെ ഇടയിലും അനിശ്ചിതത്വമാണ് നിലവിൽ തുടരുന്നത്. അത് ഗ്ലോബൽ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അതുപോലെ ഇന്നലെ രാത്രിയില് ഇന്ത്യ US-ഉമായിട്ടുള്ള മിനി ഡീൽ നടക്കുമെന്നുള്ള വാർത്തകൾ വന്നെങ്കിലും നടന്നതായിട്ടുള്ള വാർത്തകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് ഇന്ത്യൻ സമയം 11:30 കൂടിയിട്ട് FOMC മിനിറ്റ്സ് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ജൂലൈ 9 ആണല്ലോ. അപ്പോൾ ഇന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഗ്ലോബൽ മാർക്കറ്റുകൾ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്ന് പരിശോധിക്കാം. നിലവില് US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 92 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. കമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രന്റ് ക്രൂഡ് $70 പെർ ബാരലിന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. തത്സമയം ഗോൾഡിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സിനർജി ഗ്രീൻ, അദാനി വിൻസിന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഡൽഹി വെറി, മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് പുതിയ കവറേജ് നൽകുകയുണ്ടായി. ബൈ ടാഗ് ആണ് നൽകിയിരിക്കുന്നത്. 480 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ നൗമ സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകുകയുണ്ടായി. 18% ഡൗൺ സൈഡും സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള നിഗമനവും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എൽഗി എക്യുപ്മെന്റ്സ് ഇന്നലെ അതായത് ജൂലൈ 8 SBI മ്യൂച്വൽ ഫണ്ട് 18,12,760 ഷെയറുകള് 532 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ ബൾക്ക് ഡീൽ വഴി സ്റ്റോക്കിൽ വാങ്ങിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ICICI ബാങ്ക് അനൗൺസ് ചെയ്യുകയുണ്ടായി അഡീഷണൽ 2% സ്റ്റേക്ക് ICICI Prudential AMCയുടെ IPOയ്ക്ക് മുൻപേ ആയിട്ട് ബൈ ചെയ്യുന്നതിനുള്ള പ്രപ്പോസൽ കമ്പനി അനൗൺസ് ചെയ്യുകയുണ്ടായി. ഡിക്സൺ ടെക്നോളജീസ് കമ്പനി പുതിയ ഒരു ജോയിന്റ് വെഞ്ചർ ലൈറ്റാനിയം ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് പ്രൊഡക്ട്സിന്റെയും ആക്സസറീസിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. JSW സ്റ്റീൽ Q1 റിസൾട്ടില് കമ്പനിയുടെ ക്രൂഡ് സ്റ്റീലിന്റെ ഔട്ട്പുട്ട് 14% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 7.26 മെട്രിക് ടണ്ണായിട്ട് ഉയർന്നു എന്നുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.